ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് പരിഗണിച്ചിരിക്കുകയാണ്. റഷ്യ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ 3 സ്ക്വാഡ്രണുകൾക്കായി ഇന്ത്യൻ വ്യോമസേന ശ്രമം നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതെ, ഇന്ത്യയുടെ പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിനായി വ്യോമ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേന 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കുറഞ്ഞത് 3 സ്ക്വാഡ്രണുകളും ആകെ മൊത്തം 60 വിമാനങ്ങൾ വാങ്ങാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ വിഭാഗം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. അമേരിക്ക അവരുടെ ലോക്ഹീഡ് മാർട്ടിന്റെ F-35 ലൈറ്റനിങ് 2ഉം അതേപോലെ തന്നെ റഷ്യ അവരുടെ സുഖോയ് Su-57 ഫെലോണും ഇന്ത്യക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിലും അന്തിമ തീരുമാനം ഇതുവരെയും ഇന്ത്യ എടുത്തിട്ടില്ല. ഇത് തീരുമാനമെടുക്കുന്നതിന് മുമ്പേ പ്രതിരോധ മന്ത്രാലയം 2 നിർദ്ദേശങ്ങളും സമഗ്രമായി വിലയിരുത്തും എന്നാണ് പറയുന്നത്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ്, അതായത് ഇന്ത്യയുടെ സ്വന്തം AMCA പ്രോഗ്രാം തദ്ദേശീയ പരിഹാരങ്ങൾ പിന്തുടരുമ്പോഴും ചൈന പാക് അച്ചുതണ്ടിൽ നിന്നുള്ള വിപുലമായ ഭീഷണികളെ നേരിടാനുള്ള ഇന്ത്യയുടെ അടിയന്തര ആവശ്യകതയാണ് മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഇപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത്. 20 ജെറ്റുകൾ അടങ്ങുന്ന 3 സ്ക്വാഡ്രണുകൾ എന്ന IAFന്റെ ശുപാർശ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു മേഖലയിൽ വ്യോമ മേധാവിത്വം നിലനിർത്തുന്നതിനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് കാണിക്കുന്നത്. നിലവിൽ നമ്മുടെ IAF ഉപയോഗിക്കുന്നത് സുഖോയ് MKI, ദസാൾട്ട് റാഫേൽ, HAL തേജസ് മാർക്ക് 1 എന്നിവ ഉൾപ്പെടുന്ന 4ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കൂട്ടമാണ്. ചൈനയുടെ J-10 സ്റ്റെൽത്ത് ഫൈറ്റർ, J-10C ഈ ജെറ്റുകൾ, PL-15 ഈ മിസൈലുകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ ആധുനികവൽക്കരിച്ചിരിക്കുന്ന വ്യോമസേന ഈ എതിരാളികളെ നേരിടാൻ വേണ്ടി ഒരു സ്റ്റെൽത്ത് ശേഷിയുള്ള വിമാനം ഇന്ത്യക്കില്ല. അതേപോലെ തന്നെ എതിരാളികളിൽ നിന്നുമുള്ള മറ്റൊരു ഭീഷണിയാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മിസൈലുകളെ ഇല്ലാതാക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഉയർന്ന ഉയരത്തിലുള്ള ഡ്രോണുകൾ. ശത്രുക്കളുടെ ഈ ഭീഷണികളെ നേരിടാൻ വേണ്ടി താഴ്ന്ന നിരീക്ഷണ സവിശേഷതകൾ, അതായത് സ്റ്റെൽത്ത് സവിശേഷതയുള്ള സൂപ്പർ ക്രൂയിസ് നെറ്റ്വർക്ക് ചെയ്ത യുദ്ധശേഷികൾ എന്നിവയുള്ള ഒരു നൂതന യുദ്ധവിമാനം ഇന്ത്യക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ 5.5 തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ ഇന്ത്യയുടെ തദ്ദേശീയമായ AMCAയുമായി ഇന്ത്യ ഇപ്പോൾ പണിപ്പുരയിലാണ്. എന്നാൽ ഇത് സർവീസിൽ പ്രവേശിക്കുന്നതിന് 2035ഓടെയാണ്. അതുവരെയുള്ള ഈ 5ാം തലമുറ ജെറ്റുകളുടെ വിടവ് നികത്താൻ വേണ്ടി അമേരിക്കയുടെയും റഷ്യയുടെയും ഓഫർ ഇന്ത്യ സ്വീകരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ 110-130 AKN എഞ്ചിനോട് കൂടി എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി വികസിപ്പിച്ച AMCA ഇപ്പോഴും പ്രാരംഭ രൂപകൽപ്പന ഘട്ടങ്ങളിലാണ്. വികസന പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2030 മുമ്പ് ഇതിന്റെ ഉൽപാദനം പ്രതീക്ഷിക്കുന്നതേയില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു 5ാം തലമുറ യുദ്ധവിമാനം അനിവാര്യമാണ്. 5ാം തലമുറ ജെറ്റുകൾക്കായുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ മുന്നേറ്റം വികസിച്ചുകൊണ്ടിരിക്കുന്ന ചൈന പാക് അച്ചുതണ്ടിന്റെ അടിസ്ഥാനത്തിലാണ്. 200-ലധികം യൂണിറ്റുകളും PL-15 മിസൈലുകളുമുള്ള ചൈനയുടെ J-20 യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നേരിട്ടുള്ള ഭീഷണി ഇന്ത്യക്ക് ഉയർത്തുന്നുണ്ട്. അതേപോലെ പാകിസ്ഥാന്റെ കൈവശമാവട്ടെ 50 ജെറ്റുകളാണ്, PL-15 സജ്ജീകരിച്ച ജെറ്റുകളാണ് പാകിസ്ഥാനുള്ളത്. അതായത് 30 JF-17 ബ്ലോക്ക് 3യും 20 J-10C. ഇത് റഡാർ നിയന്ത്രണങ്ങളാൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യൻ വ്യോമസേനയും ഒട്ടും പിറകിലല്ല. ഇന്ത്യൻ വ്യോമസേനയുടെ 36 റാഫേൽ ജെറ്റുകൾ മെറ്റിയർ മിസൈലുമായി ഉണ്ട്. അതേപോലെ തന്നെ സുഖോ 30 MK 272 ജെറ്റുകളാണ് ഉള്ളത്. ഇതിലുള്ളത് ആസ്ട്ര മാർക്ക് 1, ആസ്ട്ര മാർക്ക് 2 മിസൈലാണ്. എന്നിവ ശക്തമായ ഒരു പ്രതിരോധം ഇന്ത്യക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഉയർന്ന ഭീഷണിയുള്ള പരിതസ്ഥിതികൾക്ക് ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ നിർണായകമാണ്. ഇതുകൊണ്ട് തന്നെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഒരു 3 സ്ക്വാഡ്രണുകൾ ഇന്ത്യക്ക് എത്തുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേന അത് കൂടുതൽ ശക്തമാക്കും. ഇന്ത്യയുടെ ഈ തീരുമാനം ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമശക്തി തന്ത്രത്തിന് അടിവരയിടുന്ന ഒരു സുപ്രധാന സംഭവ വികാസമാണ്. അതായത് AMCA ഉൽപാദനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഒരു താൽക്കാലിക ശേഷിയായി 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ ഉദ്ദേശം ഒരു നല്ല തീരുമാനമാണ്. എന്നാൽ ഇവിടെ ഇത് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാം, അതായത് ഇന്ത്യയുടെ MRFA പ്രോഗ്രാമിന്റെ ഒരു പുനർക്രമീകരണത്തിന്റെ ഭാഗമാണ്. ഈ MRFA പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ ഫൈറ്റർ ജെറ്റുകൾ എത്തുന്നതിന് മുമ്പേ, ഇവയുടെ വികസനം പൂർത്തിയാക്കുന്നതിന് മുമ്പേ വിടവുകൾ നികത്താൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു ആവശ്യകതയായിരുന്നു MRFA പ്രോഗ്രാം. ഈ MRFA പ്രോഗ്രാമിന് കീഴിൽ ഏകദേശം 114 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ MRFA ടെൻഡർ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ടു ഗവൺമെന്റ് സംഭരണ മാതൃകയിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇപ്പോൾ ഈ പുതുക്കിയ ചട്ടക്കൂടിന് കീഴിൽ ഈ കരാർ എന്ന് പറയുന്നത് ഫ്രഞ്ച് റാഫേൽ F-4നും അതേപോലെ തന്നെ ഇതുവരെ അന്തിമ തീരുമാനത്തിലെത്താത്ത ഒരു 5ാം തലമുറ യുദ്ധവിമാന പ്ലാറ്റ്ഫോമിനും തമ്മിൽ വിഭജിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നിലവിലെ സൂചനകൾ അനുസരിച്ച് MRFA ഓർഡറിന്റെ സാധ്യമായ വിഭജനം എന്ന് പറയുന്നത് 60 റാഫേൽ F-4 യുദ്ധവിമാനങ്ങളും അതേപോലെ തന്നെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിന്റെ 60 യൂണിറ്റുകളുമായിരിക്കും വാങ്ങാൻ സാധ്യത.
അതായത് 2030കളുടെ മധ്യത്തോടെ AMCA പ്രോഗ്രാം പൂർണ്ണതയിലെത്തും. ഇതുകൂടെ എത്തുന്നതോടുകൂടി സാങ്കേതിക മാറ്റം ഉറപ്പാക്കുന്നതിനൊപ്പം IAFിന്റെ പോരാട്ട ശേഷികൾ വേഗത്തിൽ ശക്തിപ്പെടുന്നതിന് വേണ്ടി ഈ ഡ്യുവൽ ട്രാക്ക് ഏറ്റെടുക്കൽ സമീപനത്തിനാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഈ റാഫേൽ F4 ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രതിരോധ മന്ത്രാലയം കൂടുതൽ വ്യവസായിക പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് 60 റാഫേലുകൾ മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ എങ്കിലും ഇന്ത്യയിൽ ഇതിന്റെ ഭാഗിക അസംബ്ലി പ്രവർത്തനങ്ങൾ നടത്താൻ ദസോ ഏവിയേഷൻ നിർബന്ധിതമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റാഫേലിന്റെ പൂർണ്ണമായ ഫ്യൂസലേജുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാർ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡിന് ലഭിച്ച സമീപകാല സംഭവ വികാസവുമായിട്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇങ്ങനെ ഇതിപ്പോൾ ഇതിന്റെ ഫ്യൂസലേജുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രാദേശികവൽക്കരണം റാഫേലിന്റെ യൂണിറ്റ് ചെലവ് കുറയ്ക്കാൻ സഹായിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് സംഭാവന നൽകുകയും ചെയ്യും. മാത്രമല്ല വ്യോമയാനം, ഇലക്ട്രോണിക് ആയുധങ്ങൾ എന്നിവയുൾപ്പെടെ കൂടുതൽ ഇന്ത്യയുടെ സംവിധാനങ്ങളും ഉപഘടകങ്ങളുമെല്ലാം വിമാനത്തിൽ സംയോജിപ്പിക്കാൻ വേണ്ടി വ്യോമസേനയ്ക്ക് നിർബന്ധം പിടിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ ഇതിന്റെ പൂർണ്ണ തോതിലുള്ള ഉൽപാദനം നടത്തുന്നതിന് വേണ്ടി ദസാൾട്ട് റാഫേൽ തുടക്കത്തിൽ തന്നെ ഏകദേശം 110 വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ ചോദിച്ചിരുന്നു. എന്നാൽ ഭാവിയിലെ ഇന്ത്യയുടെ ആവശ്യകതകളെ കുറിച്ച് ബോധവാന്മാരായ നമ്മുടെ പ്രതിരോധ മന്ത്രാലയം 97 തേജസ് മാർക്ക് 1A, 120 തേജസ് മാർക്ക് 2, 120 AMCA യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെടുന്ന 337ലധികം തദ്ദേശീയ ജെറ്റുകളുടെ വരാനിരിക്കുന്ന വാങ്ങലിന് ഗണ്യമായ ബജറ്റ് ചെലവുകൾ ആവശ്യമായി വരുമെന്ന് സൂചന നൽകിക്കൊണ്ട് ഈ ഓർഡർ കുറയ്ക്കുകയായിരുന്നു. അതിനാൽ കൂടുതൽ ചെലവ് കുറഞ്ഞതും സന്തുലിതവുമായ ഒരു സമീപനമാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പിന്തുടർന്നത്. അതെ, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം തന്ത്രപരമായ ഒരു തീരുമാനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തെളിയിക്കപ്പെട്ട 4.5 തലമുറ പ്ലാറ്റ്ഫോമുകൾ സ്റ്റെൽത്ത് ശേഷിയുള്ള 5ാം തലമുറ പോരാളികളുമായി സംയോജിപ്പിക്കുന്ന ഈ മിക്സഡ് അക്വിസിഷൻ തന്ത്രം വ്യോമസേനയെ കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതും ആധുനികവുമായ പാതയിലേക്കാണ് നയിക്കുന്നത്. അതേപോലെ തന്നെ ദസാൾട്ടിന്റെ ഈ റാഫേൽ F4 എന്നത് റഫേൽ യുദ്ധവിമാനത്തിന്റെ ഏറ്റവും പുതിയ നിലവാരമാണ്. നിലവിൽ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന F3R വേരിയന്റിനേക്കാൾ ഗണ്യമായ അപ്ഗ്രേഡുകളാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. ഒരു പുതിയ മോഡലാണിത്. നൂതന ഏവിയോണിക്സ്, റഡാർ സംവിധാനങ്ങൾ, മെച്ചപ്പെടുത്തിയ സ്റ്റെൽത്ത് കഴിവുകൾ എന്നിവയാണ് ഇതിലുള്ളത്. ലഡാക്കിലെ ഉയർന്ന ഉയരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേന റാഫേലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എങ്കിലും ആക്രമണപരവും പ്രതിരോധപരമായ പ്രവർത്തനങ്ങളിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് റാഫേൽ F4 ആണ്. IAF പ്രവർത്തിപ്പിക്കുന്ന റാഫേൽ F3Rനെ അപേക്ഷിച്ച് റാഫേൽ F4ന് നിരവധി അപ്ഗ്രേഡുകൾ ഉണ്ട്. ഈ റാഫേൽ F4ൽ നവീകരിച്ച തേൽസ് RBE AESA റഡാർ, മെച്ചപ്പെടുത്തിയ ഇലക്ട്രോണിക് യുദ്ധശേഷികൾ, ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ എന്നിവ പോലുള്ള പുതിയ സംവിധാനങ്ങളെയാണ് സംയോജിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പോരാട്ട കാര്യക്ഷമത ഇരട്ടിയാണ്. കൂടാതെ നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധത്തിന് മെച്ചപ്പെട്ട കണക്ടിവിറ്റിയും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ പ്രതിരോധ ഭാവിയിൽ ഒരു പ്രധാന കളിക്കാരനായി ദസാൾട്ട് ഏവിയേഷൻ റാഫേൽ F4നെ സ്ഥാനപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഫ്രഞ്ച് കമ്പനി ഇന്ത്യയുടെ 114 മീഡിയം റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ്, അതായത് നമ്മുടെ MRFA പ്രോഗ്രാമിന് വേണ്ടി അഡ്വാൻസ്ഡ് വേരിയന്റിനെ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. നിലവിലുള്ള റാഫേൽ F3 ജെറ്റുകളുമായി F4 ബാക്ക്വേർഡ് കോമ്പറ്റബിലിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലവിലുള്ള ഫ്ലീറ്റിനെ തടസ്സമില്ലാതെ തന്നെ F4 സ്റ്റാൻഡേർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കും. എന്തായാലും ഇന്ത്യ ഏറ്റെടുക്കാൻ പോകുന്ന 5ാം തലമുറ യുദ്ധ വിമാനം അമേരിക്കയുടേതാണോ അതോ റഷ്യയുടേതാണോ എന്ന് ഇന്ത്യ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.